വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എക്കണോമിക്സിനും സെറ്റ് എക്കണോമിക്സിൻ്റെയും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് ജനുവരിയിലെ കറണ്ട് അഫെയർ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്കണോമിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, കറണ്ട് അഫെയർസ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയ ആണ്. ഇപ്പോൾ കഴിഞ്ഞ സെറ്റിലായാലും അറിയാം, ജനറൽ പേപ്പറിലൊക്കെ CA ചോദിക്കുക നല്ല ടഫായിട്ടുള്ള ഏരിയകളിൽ നിന്നാണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ പല ക്വസ്റ്റ്യനും പല ആഴത്തിലൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ CEO ഓഫ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ? UDIയുടെ CEO ആയിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ്? ഭുവനേഷ് കുമാർ. മുമ്പത്തെ ക്ലാസ്സിൽ എക്കണോമിക്സ് ബുക്സ് ആൻഡ് ഓതേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു നന്ദൻ നീലക്കനേനി. ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ ആധാർ കാർഡ്. എന്താ അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ ആധാർ കാർഡ് എന്ന് അറിയപ്പെടാനുള്ള കാരണം പറഞ്ഞിരുന്നു. അദ്ദേഹമായിരുന്നു UDAIയുടെ ഫസ്റ്റത്തെ ചെയർമാൻ അല്ലെങ്കിൽ CEO ആയിരുന്നത് ആയിരുന്നു? നന്ദൻ നീലക്കനി എന്ന് പറഞ്ഞു. ഇപ്പോൾ കറണ്ട് CEO ആയിട്ട് നിയമിതനായിട്ടുള്ളത് ഭുവനേഷ് കുമാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ബോട്ടണിസ്റ്റ് ഹു പാസസ് എവേ അറ്റ് 86 who was the renowned for translating Latin botanical treatise for translating Hortus Malabaricus. Hortus Malabaricus ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? KS മണിലാൽ അല്ലേ. നമ്മൾ GKയിൽ പഠിച്ചിട്ടുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് എന്താണ്? ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എന്താണ് ഹെർബ്സിനെ പറ്റി 17-ാം നൂറ്റാണ്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമായിരുന്നു. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ആര്? KS മണിലാൽ. ഹി വാസ് അവാർഡഡ് പത്മശ്രീ ഇൻ 2020. ഇന്നിപ്പോൾ ഒരാളെ പറ്റി പഠിച്ചാൽ മാത്രം പോരാ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്താണ്? അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷമൊക്കെ ആയിരിക്കും ചോദിക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, 69th റെയിൽവേ ഡിവിഷൻ ഓഫ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ 69ാമത്തെ റെയിൽവേ ഡിവിഷനായിട്ട് ഏതാണ്? ജമ്മു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ടു ലിങ്ക് ഫോർ എക്കോ സിസ്റ്റം വിത്ത് ഗ്രീൻ GDP. ഗ്രീൻ GDPയിൽ എക്കോ സിസ്റ്റം ആഡ് ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ചണ്ഡീഗഡ് ആണ് അല്ലേ. അതായത് GDPയിൽ ഗ്രീൻ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോറസ്റ്റ് അതുപോലെ തന്നെ എക്കോ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസും കൺസർവേഷനും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഇതാണ് എന്ത് ഗ്രീൻ GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹു ഈസ് ദ ചീഫ് ഗസ്റ്റ് ഇൻ 2025 റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ? 2025 റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ്റെ ഗസ്റ്റ് ആരായിരുന്നു? പ്രഭുവോ സുബിയാൻഡോ ആയിരുന്നു. ആരാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് ആര്? പ്രഭുവോ സുബിയാൻഡോ. ട്രോളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആരായിരുന്നു ഇന്ത്യയുടെ 2025 റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രഭുദേവ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കാൻ അതൊരു കോഡായിട്ട് അല്ലെങ്കിൽ ഒരു ലിങ്കായിട്ട് ഇരുന്നോട്ടെ. പ്രഭുവോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ടാവും എന്ന് ആലോചിക്കുക ഓപ്ഷനിൽ. പ്രഭുവോ സുബിയാൻഡോ. ഇന്തോനേഷ്യയുടെ പ്രത്യേകത എന്താണ്? ആസിയാൻ കൺട്രീസിൽ ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ് ആര്? ഇന്തോനേഷ്യ. അപ്പോൾ ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭുവോ സുബിയാൻഡോ ആയിരുന്നു എന്ത് റിപ്പബ്ലിക് ഡേയുടെ ഇന്ത്യയുടെ ചീഫ് ഗസ്റ്റ് എന്ന് ആലോചിക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഈശ്രം പോർട്ടൽ നൗ അവൈലബിൾ ഇൻ ഹൗ മെനി ഷെഡ്യൂൾഡ് ലാംഗ്വേജ്? ഈശ്രം പോർട്ടൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈശ്രം പോർട്ടലൊക്കെ മിക്കപ്പോഴും സെറ്റ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് എക്കണോമിക്സ് ഏരിയയിൽ. അതായത് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിൻ്റെ ഉള്ള പ്രോഗ്രാംസും അതുപോലെ തന്നെ അവർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പോർട്ടലാണ് എന്ത് ഈശ്രം പോർട്ടൽ. അതേപോലെ തന്നെ ഈശ്രം കാർഡൊക്കെ കയ്യിലുള്ളവർക്ക് ഒത്തിരി ബെനിഫിറ്റ്, ഇൻഷുറൻസ്, അതേപോലെ തന്നെ ചികിത്സ, മറ്റ് സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിനുള്ള പോർട്ടലാണെന്ന് ആലോചിക്കുക. അതിപ്പോൾ എത്രയാണ്? 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. ഏത് ഈശ്രം പോർട്ടൽ. ലാംഗ്വേജസ് എത്രാമത്തെ ഷെഡ്യൂളിലാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8th ഷെഡ്യൂളാണെന്നൊക്കെ ആലോചിക്കാം. സെവൻത്ത് ക്വസ്റ്റ്യൻ, 18th പ്രവാസി ഭാരതീയ ദിവസ് ഹെൽഡ് ഇൻ വിച്ച് സിറ്റി? അതായത് 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിച്ചത് ഏത് സിറ്റിയിലാണ്? ഭുവനേശ്വർ ഏതാണ്? ഒഡീഷയിലാണ് അല്ലേ. ഒഡീഷയിലെ ഭുവനേശ്വറിലായിരുന്നു ഈ വർഷത്തെ പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ വേദിയായിരുന്നത്. പ്രവാസി ഭാരതീയ ദിവസം എന്തിനാണ് ആചരിക്കുന്നത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് തിരിച്ചു വന്ന ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണല്ലേ. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എന്താണ്? ഡയസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു വികസിത് ഭാരത്. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ എന്ത് ഫെസ്റ്റിവൽസിൻ്റെയും ഒരു തീം വികസിത് ഭാരതമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ വട്ടത്തെ ബഡ്ജറ്റിലും കണ്ടു അല്ലേ. വികസിത് ഭാരതിലോട്ടുള്ള എയിമായിട്ടാണ് 2047 വികസിത് ഭാരതായി
ഇയർ ആലോചിക്കുക, 2047 വികസിത് ഭാരത് എന്നുള്ളത് ആലോചിക്കുക. മിക്ക ഇതിൻ്റെയും തീം അതായിരിക്കും, വികസിത് ഭാരത് എന്നുള്ള തീമായിരിക്കും. ഇനി 8 ഇൻഡസ് ഫുഡ് 2025 ബിഗിൻസ് ഇൻ ഗ്രേറ്റർ നോയിഡ UP. ദ ഇവന്റ് ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ബൈ ദ ട്രേഡ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇൻ കൊളാബറേഷൻ വിത്ത് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സും ഇതൊക്കെ ബന്ധപ്പെട്ട് കണ്ടതിൻ്റെ പേര് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. ഇനി അങ്ങനെയൊക്കെ ഓരോ ഏരിയ എന്ന് ചോദിക്കേണ്ട. ഇൻഡസ് ഫുഡ് 2025 എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഗ്രേറ്റർ നോയിഡ UPയിലാണെന്നുള്ളത്. ഇനി 9ാമത്തെയാണ് ഇന്തോനേഷ്യ ജോയിൻസ് ബ്രിക്സ് ആസ് ഫുൾ മെമ്പർ. അപ്പോൾ ബ്രിക്സിൽ ലാസ്റ്റ് ജോയിൻ ചെയ്ത മെമ്പറാണ് അത് ആര്? ഇന്തോനേഷ്യ. കുറച്ച് മുമ്പ് കണ്ടു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു ഏത് റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ്. അതുപോലെ തന്നെ ആസിയാൻ നേഷൻസിൽ ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണറാണ് ഇപ്പോൾ ബ്രിക്സ്. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അബ്രിയേറ്റ് ഫോം ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്കയുടെ അബ്രിവിയേറ്റ് ഫോമാണ് എന്ത്? ബ്രിക്സ് എന്നുള്ളത്. ബ്രിക്സിൽ ലാസ്റ്റ് റീസെൻ്റ് ജോയിൻ ചെയ്തതാണ് ആര്? ഇന്തോനേഷ്യ. ദിസ് ഗ്രൂപ്പ് വാസ് ഇൻഫോർമലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2006 ആൻഡ് ഫോർമലൈസ്ഡ് ഇൻ 2009. 2006 ഇതിനെപ്പറ്റിയുള്ള ഫോർമേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഫോർമലായിട്ട് വന്നത് എന്നാണ് 2009. ഇൻ 2024 ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ ആൻഡ് UAE ജോയിൻഡ്. കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഏതാണ്? ഈജിപ്തും എത്യോപ്യയും ഇറാനും UAEയും അതിൽ ജോയിൻ ചെയ്തു. ഇപ്പം എത്രയാണ്? 10 മെമ്പേഴ്സ് ഉണ്ട് അല്ലേ ഏതിൽ? ബ്രിക്സിൽ. ഇനിയിപ്പോൾ പേര് മാറ്റേണ്ടി വരും. ബ്രിക്സ് ഒന്നും കൂടി എന്താ പറയുക, ലെങ്തി ആയി അല്ലേ. ഇനി ബ്രിക്സിൻ്റെ ബാങ്കാണ് എന്ത്? ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈസ് എ മൾട്ടിലാറ്ററൽ ബാങ്ക് ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2015 ബൈ ദ ബ്രിക്സ് കൺട്രി. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഷാങ്ഹായ് ആണ് അല്ലേ, ചൈനയിലെ ഷാങ്ഹായ് ആണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളതൊക്കെ ആലോചിക്കുക. 10th question, കർണാടക ലോഞ്ചസ് ഗരുഡാക്ഷി ഓൺലൈൻ FIR സിസ്റ്റം ഫോർ ടാക്ലിംഗ് ഫോറസ്റ്റ് ക്രൈംസ്. അപ്പോൾ ഫോറസ്റ്റ് ക്രൈമുമായി ബന്ധപ്പെട്ട ഓൺലൈൻ FIR സിസ്റ്റം ഗരുഡാക്ഷി സ്റ്റാർട്ട് ചെയ്തത് കർണാടകയാണെന്ന് ആലോചിക്കുക. ഇതേപോലുള്ള പുതിയ പ്രോഗ്രാംസ് ഏത് സ്റ്റേറ്റിലാണ് ലോഞ്ച് ചെയ്തതെന്നൊക്കെ ഉള്ളത് മിക്ക എക്സാമിനും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യുക. ഗരുഡാക്ഷി ഫോറസ്റ്റുമായിട്ട്, ഗരുഡൻ കാട്ടിലാണെന്ന് ആലോചിക്കുക. അവിടെയാണ് കർണാടക ആലോചിക്കുക. ഇനി 11th questions, ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഹബ് ടു കം അപ്പ് ഇൻ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇനി 12th question, മധ്യപ്രദേശ് ലോഞ്ചസ് സ്വാമി വിവേകാനന്ദ യുവശക്തി മിഷൻ. അപ്പോൾ സ്വാമി വിവേകാനന്ദ യുവശക്തി മിഷൻ സ്റ്റാർട്ട് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശ്. അണ്ടർ ദ മിഷൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് വിൽ ട്രൈ ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു മോർ ദാൻ 70% ഓഫ് ദ യൂത്ത് ബൈ 2028. അപ്പോൾ 2028 കൂടി ഗവൺമെൻറ് 70% യൂത്തിന് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് അതിൻ്റെ ടാർഗറ്റ്. ചെയ്ത് സ്വാമി വിവേകാനന്ദ യുവശക്തി മിഷൻ. അപ്പോൾ അതെന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തതെന്നൊന്ന് ആലോചിക്കുക. ജനുവരിയിലെ CIൻ്റെ പേരിൽ ഇന്ത്യയിലെ യൂത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ്? ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് അല്ലേ, അന്ന് ആലോചിക്കുക. അപ്പോൾ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് മധ്യപ്രദേശാണെന്ന് ആലോചിക്കുക. ഇനി 13th question, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 ഇന്ത്യ ഹാസ് സ്ലിപ്ഡ് 85th റാങ്ക്. അപ്പോൾ ഇത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 85th ആണെന്ന് ആലോചിക്കുക. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് എന്താണ്? 57 കൺട്രീസ് വിത്തൗട്ട് റിക്വയർമെൻറ്റ് ഓഫ് വിസ ഇല്ലാണ്ട് 57 രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ട്രാവൽ ചെയ്യാം. ഫസ്റ്റ് പൊസിഷൻ ആരാണ്? സിംഗപ്പൂറാണ്. എത്ര നേഷൻ? 195 കൺട്രീസ്. സെക്കൻഡ് ജപ്പാനാണ്, 193 കൺട്രീസ്. ഇനി 14th question, ഇന്ത്യ സെലിബ്രേറ്റ് 150 ഫൗണ്ടേഷൻ ഡേ ഓഫ് ഇന്ത്യൻ മീട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇന്ത്യയിൽ 150ാം വാർഷികം ആഘോഷിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മീട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മിഷൻ മൗസം, അതായത് കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കലും അതുപോലെ തന്നെ മഴമേഘങ്ങളെ ഇടിമിന്നലൊക്കെ തടഞ്ഞു നിർത്താനൊക്കെ ഉള്ള സംവിധാനമൊക്കെ ആരംഭിച്ചൊരു ക്ലാസ് എക്കണോമിക്സ് അടിപൊളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മിഷൻ മൗസം ഒക്കെ ആയിട്ട് അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 150ാമത്തെ ഫൗണ്ടേഷൻ ഡേ ആണ് ഈ വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പാലെ ഗംഗ റെഡ്ഡി അപ്പോയിൻറ്റഡ് ആസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ടർമറിക് ബോർഡ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പീയൂഷ് ഗോയൽ ഇനോഗ്രേറ്റഡ് ദ നാഷണൽ ടർമറിക് ബോർഡ് ഇൻ ന്യൂ ഡൽഹി. മുമ്പ് എന്താണ്? ഒരു സ്പൈസ് ബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, നാഷണൽ സ്പൈസ് ബോർഡാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് എന്താണ്? ടർമറിക്കിനെ വേർതിരിച്ച് ഒരു സ്പെഷ്യൽ ബോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എന്ത്? നാഷണൽ ടർമറിക് ബോർഡ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തെലങ്കാനയിലെ നിസാമാബാദിലാണ്
നാഷണൽ ടർമറിക് ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ ആണ് ആര്? പള്ളി ഗംഗാ റെഡ്ഡി എന്ന് ആലോചിക്കുക. ടർമറിക് ഈസ് റെഫേർഡ് ടു ആസ് എ ഗോൾഡൻ സ്പൈസ്. ഇന്ത്യ ഈസ് റെസ്പോൺസിബിൾ ഓവർ 70% ഓഫ് വേൾഡ് ടർമറിക് പ്രൊഡക്ഷൻ വിത്ത് 30 വെറൈറ്റി ഓഫ് ടർമറിക് ബീങ് ഗ്രോൺ ഇൻ ദ കൺട്രി. അപ്പോൾ ഇന്ത്യയാണ് 70% വേൾഡിലെ ടർമറിക് പ്രൊഡക്ഷന് മുന്നിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ 30ഓളം വെറൈറ്റി ടർമറിക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വെറൈറ്റി ടർമറിക്കിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്കൊരു കസ്തൂരി മഞ്ഞൾ അതുപോലെ തന്നെ സാധാ മഞ്ഞൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ. ബാക്കി വല്ല വെറൈറ്റി നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. In 2023-24, turmeric cultivation covered an area of 3.05 lakh hectares in India with a yield of 10.74 lakh tons. അപ്പോൾ 2023-24 പീരീഡിൽ 3 ലക്ഷം ഹെക്ടേഴ്സിൽ എത്രയാണ്? 10 ലക്ഷം ടൺ പ്രൊഡ്യൂസ് ചെയ്തതായിട്ടാണ് കണക്കാക്കണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് എക്കണോമിക്സ് ഏരിയ റിലേറ്റ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്